നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. CPIM ആഘോഷിക്കുന്നത് പിളർപ്പിന്റെ 50ാം വാർഷികം തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ. പിളർപ്പ് ചരിത്രത്തിലെ ദുരന്തം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനേറ്റ ഒരു ദുരന്തം തന്നെയാണ്. പിളർപ്പ് ദുരന്തമായത് CPIക്ക് എന്ന് പിണറായി. CPI വർഗവഞ്ചക നിലപാട് തിരുത്താൻ കാരണമായത് CPIM നയം. കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിസന്ധി തുടർന്നു. പലതവണ ചർച്ച ചെയ്തിട്ടും ഹോസ്റ്റൽ പ്രശ്നം തീർന്നില്ല. സമരം തുടരുമെന്ന് SFI. നാളെ VC നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കും. പുതിയ മദ്യനയം മൂലം സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞു എന്ന് കെ ബാബു. വിദേശ മദ്യവിൽപ്പനയിൽ 7% കുറവ്. നികുതി വർധന മൂലം ബെവ്കോയിൽ 369 കോടിയുടെ അധിക വരുമാനം. തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതിക്ക് അംഗീകാരം. DMRCയുടെ പഠന റിപ്പോർട്ട് മോണോ റെയിൽ കോർപ്പറേഷൻ അംഗീകരിച്ചു. 2021 പദ്ധതി പൂർത്തീകരിക്കും. എയർ ഇന്ത്യ വിമാനത്തിന് ചാവേർ ആക്രമണ ഭീഷണി. നെടുമ്പാശ്ശേരിയിൽ കനത്ത സുരക്ഷ. ദ്രുതകർമ്മസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം. CPIM 50ാം വാർഷികം ആഘോഷിക്കുന്ന പിളർപ്പ് ഒരു ദുരന്തമായിരുന്നു എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. എന്നാൽ CPI വർഗവഞ്ചനപരമായ നിലപാട് കുറച്ചെങ്കിലും തിരുത്തിയത് CPM നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തിരിച്ചടിച്ചു. ഭിന്നിപ്പ് ദുരന്തമാണെന്നത് പന്ന്യന്റെ മാത്രം അഭിപ്രായമാണെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു. CPIM രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ ഇടപെട്ടാണ് CPIMന്റെ വാദമുഖങ്ങളെ പന്ന്യൻ രവീന്ദ്രൻ ശക്തമായി ഖണ്ഡിച്ചത്. ഭിന്നിപ്പ് ഒരു ദുരന്തമായിരുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് കണക്ക് ഉദ്ധരിച്ച് പന്ന്യൻ പറഞ്ഞു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനേറ്റ ഒരു ദുരന്തം തന്നെയാണ്. 65 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രണ്ടിനും കൂടി ചേർന്നുകൊണ്ട് കിട്ടിയ വോട്ട് നിങ്ങൾക്കറിയുമോ? രണ്ട് കൂട്ടരും കിട്ടിയ വോട്ട് 27% വോട്ടാണ്. അതിനു മുമ്പ് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് ഒരു പാർട്ടി ആയപ്പം 35% വോട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയിൽ ആവേശം കൊണ്ട ജനങ്ങൾ പിന്നോട്ട് പോയി എന്നാണ് അതിനർത്ഥം. ഭിന്നിപ്പ് സാധാരണ പ്രവർത്തകർക്ക് ഗുണം ചെയ്യുകയോ ജനങ്ങളെ അടുപ്പിക്കുകയോ ചെയ്തില്ല. സത്യം പറഞ്ഞതല്ലാതെ താൻ CPIMനെ അധിക്ഷേപിച്ചിട്ടില്ല. ദേശാഭിമാനിക്കുള്ള മറുപടി നാളെ ജനയുഗത്തിലൂടെ നൽകും. ഒരാക്ഷേപം ഉണ്ടായിരുന്നില്ല. സത്യം പറയുമ്പോൾ ഇതിന് ആക്ഷേപം. വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു വസ്തുത വിരുദ്ധമായ കാര്യം പറഞ്ഞില്ല. അതിന് മറ്റ് വിശദാംശ കാര്യങ്ങൾ നാളത്തെ പത്രത്തിൽ കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പ് ദുരന്തമാണെന്നത് പന്ന്യന്റെ മാത്രം അഭിപ്രായമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചു. എന്നാൽ വിരുദ്ധാഭിപ്രായങ്ങൾ CPI ബന്ധത്തെ വഷളാക്കില്ല. ദുരന്തം എന്നുള്ളത് CPIയുടെ അഭിപ്രായമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM രൂപം കൊണ്ടതാണ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സഹായകമായത്. രണ്ടു പാർട്ടികൾ തമ്മിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നത് ഐക്യത്തിന് തടസ്സമല്ല. ഇന്ന് CPIയും CPMും പരമാവധി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. റിപ്പോർട്ടർ, കണ്ണൂർ, തിരുവനന്തപുരം. പ്രകാശ് ബാബു CPI അസിസ്റ്റന്റ് സെക്രട്ടറി, ആനത്തലവട്ടം ആനന്ദൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ പ്രകാശ് ബാബു, സാധാരണ ഒരു പ്രത്യയശാസ്ത്ര വഴക്കുണ്ടായാൽ നാട്ടിലൊക്കെ ജംഗ്ഷനിൽ കാണിക്കാം എന്നാണ് പറയുക. ഇത് നാളെ ജനയുഗത്തിൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് പന്ന്യൻ രവീന്ദ്രൻ നൽകുന്നത്. എന്താണ് ജനയുഗത്തിൽ നൽകാൻ പോകുന്ന ആ മറുപടി? ജനയുഗത്തിൽ നൽകാൻ പോകുന്ന മറുപടി ആ ലേഖനം എഴുതിയ സഖാവിന് മാത്രമേ വിശദമായിട്ട് പറയാൻ കഴിയൂ. ഞാനല്ല ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പിണറായി വിജയൻ വ്യക്തമായ ഭാഷയിൽ പന്ന്യൻ രവീന്ദ്രന് മറുപടി നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വർഗ നിലപാടുകൾ ഉപേക്ഷിക്കുന്ന സമീപനമായിരുന്നു അന്നത്തെ CPI നേതൃത്വം സ്വീകരിച്ചത്. ആ നിലപാടിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടത് CPI മാത്രമാണ് എന്നും പിന്നീട് CPIM രൂപീകൃതമായതിനു ശേഷം CPIക്ക് ഒരുപാട് തകരാറുകൾ സംഭവിച്ചു. പിന്നീട് ആ തകരാറുകൾ നിങ്ങൾക്ക് തിരുത്താൻ കഴിഞ്ഞത് CPIM ശരിയായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണെന്നാണ്. ഇതിന് മറുപടി പറയേണ്ടി വരും CPIക്കാണ് അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വന്നത് എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് വേറൊന്നുകൊണ്ടുമല്ല, അന്ന് CPI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാവാം. എന്തായാലും 1964 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനേറ്റ ഭിന്നിപ്പ് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു എന്ന പന്ന്യൻ രവീന്ദ്രൻ്റെ അഭിപ്രായം തികച്ചും ശരിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മെമ്പർമാരുടെ മാത്രമല്ല CPIMന്റെ നിരവധി പ്രവർത്തകരുടെയും രണ്ട് പാർട്ടികളുടെയും അഭ്യുദയകാംക്ഷികളായിട്ടുള്ള
നിരവധി ആളുകളുടെ ഒരു പൊതു അഭിപ്രായമാണ് ജയശങ്കർ. പിണറായി വിജയൻ ഉദ്ദേശിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് CPI കോൺഗ്രസിനൊപ്പമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ എല്ലാ പാപഭാരവും CPIയുടെ തലയിലും ഉണ്ടായിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്നും അതുമായി സഹകരിച്ചിരുന്നത് അബദ്ധമായി പോയി എന്നും CPI വിലയിരുത്തുകയുണ്ടായി. പിന്നെ എസ്.എ. ഡാങ്കയുടെ കാര്യത്തിലാണ് CPIM പിളർന്നു പോയത് എങ്കിൽ ഇതേ എസ്.എ. ഡാങ്കയെ തന്നെ CPI പുറത്താക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ CPM മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെയാണ് CPIയുടെ കാര്യം. CPM ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കുറേയൊക്കെ തെറ്റുകൾ തിരുത്താൻ CPIക്ക് കഴിഞ്ഞു. അല്ലേ, ശരിയും തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ പണ്ടേതോ കാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, ഞാൻ 1962 ജനിച്ചത്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഈ പാർട്ടി പിളർന്നത്. അപ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ ഡാങ്കയായിരുന്നു ശരി, നമ്പൂരിപ്പാടായിരുന്നു ശരി, AKG ആയിരുന്നു ശരി, അതോ മറ്റാരെങ്കിലും ആയിരുന്നു ശരി, ഇവരെല്ലാവരും തെറ്റായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വളരെ ചരിത്രപരമായിട്ട് നോക്കിയാൽ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയ്ക്കുണ്ടായി ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പും അതിനെ തുടർന്ന് ഇന്ത്യ വിഭജനവുമായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ രൂപീകരിച്ചത് ഒരു വളരെ ശരിയായ കാര്യമാണെന്ന് ഈ രാജ്യത്ത് ആരും പറയുന്നത് എനിക്ക് തോന്നില്ല. പാകിസ്ഥാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ 4 പ്രാവശ്യം യുദ്ധം ചെയ്യേണ്ടി വന്നു ഇല്ലേ? ഇന്ത്യ വിഭജനത്തിൽ എത്ര ലക്ഷം ആളുകൾ മരിച്ചു, എത്രയോ പേർക്ക് വീട് നഷ്ടപ്പെട്ടു, എത്രയോ പേർ അഭയാർത്ഥികളായി. പിന്നെ ഈ 2 രാജ്യങ്ങളും യോജിച്ച് നിന്നിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എത്ര വലിയ പുരോഗതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിന് ഞാൻ പറയട്ടെ എത്ര വലിയ പുരോഗതി ഉണ്ടാകുമായിരുന്നു. 2 രാജ്യങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടിരുന്ന പൈസ, രാഷ്ട്ര പുനർനിർമ്മാണത്തിന് മാറ്റിവെക്കേണ്ടിരുന്ന പൈസ ഡിഫൻസ് ബഡ്ജറ്റിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അതൊരു കെടുതിയല്ല എന്നിപ്പോൾ മുസ്ലിം ലീഗുകാർ അബ്ദുറഹ്മാൻ രണ്ടത്താണി പോലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇവരൊക്കെ ഇവിടെ സിന്ദാബാദ് വിളിച്ച് നടന്നവരാണ്. 10 അണയ്ക്ക് ഒരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ലീഗുകാരും അവരുടെ സന്തതി പരമ്പരകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയട്ടെ, അത് ഒരു പുണ്യകർമ്മമാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ലീഗുകാരനുണ്ടെങ്കിൽ ആ നിലയിലാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ നിൽക്കുന്നത്. ഞാനിത് പറയുന്നത് ചരിത്രപരമായിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ കണക്കുണ്ട്. 1952 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 27 മെമ്പർമാരുണ്ട്. ഘടകകക്ഷികൾ കൂടി ചേർത്ത് 41 സീറ്റായിരുന്നു. ഘടകകക്ഷി എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മത്സരിച്ച പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, മറ്റു പാർട്ടികൾ. അന്ന് ജനസംഘത്തിന് 3 സീറ്റാണ്. അവരുടെ സഖ്യകക്ഷിയല്ല, അതുപോലെ തന്നെ ഒരു പാർട്ടിയായിട്ടുള്ള ഹിന്ദു മഹാസഭയ്ക്ക് 4 സീറ്റും രാമരാജ്യ പരിഷത്തിന് 3 സീറ്റുമാണ്. 4, 3, 7, 3, 10 സീറ്റാണ്. 10 സീറ്റിലുണ്ടായിരുന്നുള്ളൂ ഹിന്ദുത്വവാദികൾ. ഇടതുപക്ഷക്കാർ 41 സീറ്റിൽ, അതിൽ തനി കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാർ എസ്.എ. ഡാങ്കെ, AK ഗോപാലനടക്കം 27 പേർ. ഇന്ത്യയിൽ കോൺഗ്രസ് ശിഥിലമാകുമ്പോൾ ഒരു ബദൽ ശക്തിയായിട്ട് ഉയർന്നു വരേണ്ടിരുന്നത് ആരായിരുന്നു? ഇടതുപക്ഷമായിരുന്നു. സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. ഇപ്പോൾ ആരാ ഉയർന്നു വന്നേക്കണേ? അന്ന് 3 പേരുണ്ടായിരുന്ന BJPക്കാർ, ജനസംഘക്കാർ, RSSകാർ ഇന്നിപ്പോൾ എത്ര പേരുണ്ട്? ഇന്ത്യൻ പാർലമെൻറ്റിൽ അബ്സല്യൂട്ട് മെജോറിറ്റിയാണ്. അതെങ്ങനെ സംഭവിച്ചു? 57 എന്താ CPIക്ക് 30 സീറ്റ്, ജനസംഘത്തിന് 4 സീറ്റ്, ഹിന്ദു മഹാസഭയ്ക്ക് 1 സീറ്റ്. ഇതൊന്നും പിണറായി വിജയൻ അറിയാത്ത കണക്കൊന്നുമല്ല. ഇതൊക്കെ ശരിയാണോ? 62 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 32 സീറ്റ്, പാർട്ടി സ്വതന്ത്രന് 1 സീറ്റ്, പാർട്ടി പിന്താങ്ങിയ സ്വതന്ത്രന്മാർ 4 പേര്, അങ്ങനെ 35. കഴിഞ്ഞില്ല. ജനസംഘത്തിന് 14 സീറ്റ്. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാണ്ടായി. ഇന്നിപ്പോൾ അവരെവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ കേൾക്കുന്നുണ്ട്. പക്ഷേ ജയശങ്കർ നിർത്തിയില്ല. ഞാൻ നിർത്തി. ഇനി പറയാം. അല്ല, ഇവിടെ നിർത്തിയെങ്കിൽ ഇതിൽ CPI 75-ാം വാർഷികം ആഘോഷിക്കുന്നു. അത് ഏത് പാർട്ടിയുടെ വാർഷികമായി? 75. 1920-ലാണല്ലോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം രൂപപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര വർഷമായി? 20-ലെ പാർട്ടി സ്ഥാപിതമായെങ്കിലും മീററ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇല്ലെന്നേ വ്യത്യസ്ത അഭിപ്രായം എങ്ങനെ വരുന്നത്? 933-ലാണ് ഒരു കേന്ദ്രീകൃത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മീററ്റ് ഗൂഢാലോചനയ്ക്ക് ശേഷം. അങ്ങനെയായാലും എത്ര വർഷമായി? 84 വർഷമായില്ലേ? 75-ാം വാർഷികം ആഘോഷിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യൻ പാർട്ടിയില്ല. ഞങ്ങൾ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് CPIM-ൻ്റെതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെതാണ്. അല്ല, കേരളത്തിലെ പാർട്ടിയുടെ 50-ാം വാർഷികമല്ല ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ വാർഷിക ആഘോഷം സംബന്ധിച്ച ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. പിന്നെ പാർട്ടി പിളർന്നതിനെ സംബന്ധിച്ച് അതൊരു വലിയ ദുരന്തമായി പോയെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ 1967 ഇന്ത്യ ചൈന പ്രശ്നം തർക്കം വന്നപ്പോൾ, യുദ്ധം വന്നപ്പോൾ CPM-ൻ്റെ 1000-ഓളം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ പിടിച്ച് ജയിലിലിടുന്ന അവസരത്തിൽ CPI എടുത്ത നിലപാടെന്ന്, അന്നത്തെ ഔദ്യോഗിക നേതൃത്വം അവരെടുത്ത നിലപാടെന്താ? ഈ അറസ്റ്റ് ചെയ്തിട്ടവരെ ജയശങ്കർ ഉന്നയിച്ച വിഷയം
ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അല്ല, അതെല്ലാം പറയാം. സംവിധാനങ്ങളായിരുന്നു ഞാൻ പറയാം. കോൺഗ്രസിന് രണ്ട് ബദലായി പാർട്ടികൾ, രണ്ട് കമ്മ്യൂണിസ്റ്റ് ഉയർന്നു വരേണ്ടത്. ഇപ്പോൾ 77 ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ ബംഗാളിലും അതുപോലെ ത്രിപുരയിലും ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പിളർപ്പിന് ശേഷം ശോഷിച്ചു പോയ ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം മണിപ്പൂർ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, ബീഹാറിൽ, അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർത്തും ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ജയശങ്കർ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഒരു താരതമ്യമായി എടുത്തത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ തോറ്റോ, അതിൽ വോട്ട് കുറഞ്ഞോ സീറ്റ് കുറഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. ആ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയഗതികൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ആശയഗതികൾ വെള്ളം ചേർത്താൽ ആ പാർട്ടിയുടെ വളർച്ച മുരടിച്ചു പോകും. ആ ആശയഗതികളെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ CPM എന്ത് പെശകാണ് കാണിച്ചിട്ടുള്ളത്? ലോകത്താകെ പ്രകാശ് ബാബു, അതാണ് ഏറ്റവും പ്രസക്തമായത്, ഏറ്റവും കാലികമായത്. ഏറ്റവും ഒടുവിൽ പോലും പിണറായി വിജയന്റെ അവസാന വാചകം അതാണ്. പിണറായി വിജയൻ 3-4 വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. അതിലെ ഏറ്റവും അവസാനത്തെ വാചകം അതാണ്. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് CPI തെറ്റായ ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് തിരുത്തുകയാണ് CPI. അത് CPIM നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ജയശങ്കരോട് ഞാൻ നേരത്തെ പറഞ്ഞതോ അതാണ്. അടിയന്തരാവസ്ഥ തെറ്റായിപ്പോയി എന്ന് നിങ്ങൾ കണ്ടു. ഈ പറയുന്ന SA ഡാങ്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പിന്നീട് പല ഘട്ടങ്ങളിലും CPI കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ചേരാൻ വെമ്പൽ കൊണ്ടിരുന്നു. 2004 ഉദാഹരണം. പക്ഷേ CPM ചേരുന്നില്ല, ഇടതുപക്ഷ ഐക്യം മറുവശത്താണ് എന്ന് കണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ ചേരാതെ നിന്നു. അങ്ങനെ ഒരുപാട് ആപത്ഘട്ടങ്ങളിൽ രക്ഷിക്കാൻ CPM-നായി. CPI അതുപോലെയുള്ള ഈ പറയുന്നത് പോലെയുള്ള ഒരു ആവൽഘട്ടത്തിലും പ്രകാശ് ബാബു പറയും. അതുകൊണ്ട് തന്നെ വേറൊരു പാർട്ടി പറഞ്ഞ് തിരുത്തേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസിൽ കേൾക്കുന്നു, പറഞ്ഞോളൂ. ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന 1978 എമർജൻസിയെ പിന്തുണച്ചത് തെറ്റായി പോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളതാണ്. 78 അത് ഏപ്രിൽ മാസത്തിലാണ് ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസിന് മാസങ്ങൾക്ക് ശേഷമാണ് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതുകൊണ്ട് CPIM-ന്റെ നിലപാടിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ തർക്കത്തിലേക്ക് പോകാനല്ല. അതൊരു തർക്ക വിഷയം തന്നെയാണ് ശ്രീ പ്രകാശ് ബാബു. ഇവിടെ CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ രേഖകൾ അതേപടി പകർത്തി എന്നുള്ളതല്ല CPI-യുടെ മേൽ ആക്ഷേപിച്ചിട്ടുള്ളത്. പകരം CPM അടിയന്തരാവസ്ഥയെ എതിർത്തു നിന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ CPM-ന്റെ അടിയന്തരാവസ്ഥക്കെതിരായ ചെറുത്തുനിൽപ്പ് പ്രശംസനീയമാണല്ലോ. അപ്പോൾ അങ്ങനെ CPM ശരിയായ നിലപാട് ഈ വിഷയങ്ങളിൽ എടുത്തതുകൊണ്ട് CPI-യെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാടെടുക്കാൻ പ്രേരക ഘടകമായി. ഇതൊക്കെ തെറ്റാണ്, ഞാൻ പറയാം, ഞാൻ വിശദീകരിച്ച് പറയാം. എനിക്കൊന്നും അല്ല, അതാണ് അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ CPI-യുടെ തന്നെ എത്രയോ നേതാക്കന്മാർ ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ എനിക്കറിയാം, കൊല്ലം ജില്ലയിലെ പരവൂർ മേഖലയിൽ അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് 25 CPI ലീഡേഴ്സാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആ അറസ്റ്റ് നടന്നിട്ടുണ്ട്. താരതമ്യേന അതിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നതാണ് ഈ കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയെ പിൻവലിച്ചത് തെറ്റായി പോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സമ്മേളനത്തിൽ വിലയിരുത്തിയത്. ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ദേശീയ ബദലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുത്തത്. അത് വേറൊരു പാർട്ടി ചെയ്യുന്ന ശരി കണ്ടുകൊണ്ടോ വേറൊരു പാർട്ടിയുടെ അഭിപ്രായം കണ്ടുകൊണ്ടോ അല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടുള്ളത്. അത് 1951 പല സന്ദർഭങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അത് വേറൊരാളുടെ അനുസരിച്ചല്ല. ഇപ്പോ എന്തിനാണ് പാർട്ടി പിളർന്നത് എന്ന ചർവിത ചർവണം കഴിഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും തുറന്നു വെക്കുന്ന ചർച്ച. ആദ്യം പാർട്ടിക്ക് പറ്റിയ തെറ്റുകളുടെ കാര്യം പറയാം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഈ രാജ്യത്ത് തെറ്റ് പറ്റാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? കോൺഗ്രസിനും BJPക്കും എല്ലാവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയമായ തെറ്റുകൾ, പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞത് തെറ്റായിരുന്നു, രാഷ്ട്രീയമായ തെറ്റായിരുന്നു. സാർവദേശീയ പ്രശ്നങ്ങളൊക്കെ നിൽക്കട്ടെ. പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ചത് തെറ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകിസ്ഥാനെ പിന്തുണച്ചു. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിരുന്നു.
പിന്നീടും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 50 കൊല്ലത്തിനിടയ്ക്ക് ഒരു തെറ്റും പറ്റാത്തൊരു പാർട്ടിയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവർ ചെയ്യുന്ന എല്ലാം ശരിയാണ്. പക്ഷേ ജനങ്ങൾക്ക് പലപ്പോഴും തെറ്റ് പറ്റും. അബ്ദുൽ നാസർ മദനിയെ പിന്തുണച്ചത് തെറ്റായിരുന്നു. പക്ഷേ അത് പാർട്ടിയുടെ തെറ്റല്ല, നാട്ടുകാരുടെ തെറ്റായിരുന്നു. നാട്ടുകാർ വോട്ട് ചെയ്തില്ല. പലപ്പോഴും സംഭവിക്കുമല്ലോ. ഇപ്പോൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റത് ജനങ്ങളുടെ തെറ്റാണ്, അല്ലാണ്ട് പാർട്ടിയുടെ തെറ്റായിട്ട് പാർട്ടി അംഗീകരിക്കില്ല. ഇങ്ങനെ പല തെറ്റുകൾ, ആ തെറ്റുകൾ മറ്റേ ഭാഗത്തേക്ക് തിരുത്തുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ല. ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 57 പാർട്ടിക്ക് 37 സീറ്റുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് 1 സീറ്റുണ്ട്. ആന്ധ്രയിൽ തെലുങ്കാനയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ 1 സീറ്റ്. ബോംബെയിൽ 21 സീറ്റുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM 1 സീറ്റ് കിട്ടി, CPI 1 സീറ്റും കിട്ടിയില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് ഇലക്ഷൻ മത്സരിക്കലും സീറ്റ് കിട്ടലും മാത്രമല്ലെന്ന് ആനത്തലവട്ടം പറഞ്ഞു. പക്ഷേ ആളുകളുണ്ടാവട്ടെ, അണികളുണ്ടാവട്ടെ, പ്രവർത്തകരുണ്ടാവട്ടെ, ഇവരൊക്കെ എവിടെ പോയി? ഇതാണ് ഈ പിളർപ്പിൻ്റെ ദുരന്ത ഫലം. ഇത് പിളർപ്പിന് ആരാണ് തെറ്റുകാരൻ? പിന്നെ എസ്.എ. ഡാഗയുടെ കാര്യം പറഞ്ഞു. എസ്.എ. ഡാഗെ വലിയ തെറ്റുകാരനായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, എസ്.എ. ഡാഗെ 64 പറഞ്ഞ സ്ഥലത്തല്ലേ 2004 സുർജിത്ത് എത്തിയത്? എന്താണ്? കോൺഗ്രസിനെ കൂടാതെ ഇന്ത്യയിൽ പുരോഗമന ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പില്ല. അത് മനസ്സിലാവാൻ സുർജിത്ത് 2004 വരെ സമയമെടുത്തു, 40 കൊല്ലം എടുത്തു. അപ്പോഴത്തേക്കും BJP-ക്കാർ ഒരു പ്രാവശ്യം ഭരണം കഴിഞ്ഞ് താഴ്ത്തിറങ്ങിയിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് തെറ്റ്. ഇവിടെ ഈ കോൺഗ്രസിനെ ദുർബലമാക്കാൻ ശ്രമിച്ചു, കോൺഗ്രസിനെ ദുർബലമാക്കി, കോൺഗ്രസ് ശിഥിലമായി, കോൺഗ്രസ് നാമാവിശേഷമായി. അതിന് പകരം ഇടതുപക്ഷ ബദലല്ല ഉയർന്നു വന്നത്, നേരെ മറിച്ച് ഫാസിസ്റ്റ് ബദലാണ്. അതും ഉണ്ടാക്കിയതിന് ഉത്തരവാദിത്തം നമ്പൂരിപ്പാടിനും ഈ പാർട്ടിയെ പിളർത്തിയ ആൾക്കാർക്കാണ്. കോൺഗ്രസ് ശിഥിലമാകുമ്പോൾ സോഷ്യലിസ്റ്റ് ബദലല്ല ഉണ്ടായത്, ഫാസിസ്റ്റ് ബദലാണ്. അങ്ങനെ ഒരു വാദത്തിൽ എന്തായാലും ശ്രീ ആനത്തലവട്ട ആനന്ദൻ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ശ്രീ ആനത്തലവട്ട ആനന്ദൻ, നമ്മൾ 64 തുടങ്ങിയാൽ എവിടെയും അവസാനിക്കില്ല. അതൊക്കെ EMS-ഉം അച്യുതമേനോനും ഒക്കെ ഈ പറയുന്ന 50 വർഷത്തിനുള്ളിൽ നിരവധി തവണ ചർച്ച നടത്തുകയും ചിലപ്പോൾ അച്യുതമേനോൻ ജയിക്കുന്നു, ചിലപ്പോൾ EMS ജയിക്കുന്നു എന്ന നിലയിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നമ്മൾ അതിൽ കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച? നിങ്ങൾ ഒരു പുനരേകീകരണത്തെക്കുറിച്ച്, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ ഒരു പുനരേകീകരണത്തെക്കുറിച്ച് തൃശ്ശൂരിൽ വന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിക്കുകയാണ്, വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. അപ്പോൾ പുനരേകീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലയനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തോന്നലാണ് പുറത്തു നിന്നുള്ളവർക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ 64 അങ്ങനെ പറഞ്ഞില്ലേ, 65 ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ ഒരു വിപരീത ദിശയിൽ വളരുന്ന ഘട്ടത്തിൽ ഒരു കൂട്ടക്കുഴപ്പം? അല്ല, ഇവിടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. 2 പാർട്ടികളും ഒറ്റ പാർട്ടിയല്ല, ഇടതുപക്ഷ മുന്നണിയും ഒരു പാർട്ടിയല്ല, വിവിധ പാർട്ടികളുടെ ഒരു മുന്നണിയാണ്. ആ മുന്നണി അതുപോലെ തന്നെ കൂടുതൽ ശക്തിപ്പെടുക ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CPI തമ്മിലൊരു തർക്കത്തിൻ്റെ അല്ല, പക്ഷേ വിവാദങ്ങൾ ഉയർന്നു വരാം. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു മുന്നണികൾ നിൽക്കും. വ്യത്യസ്ത പാർട്ടിയാകുമ്പോൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നതിൻ്റെ ഫലമായിട്ട് ആ മുന്നണിയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുകയോ ആ പാർട്ടികൾ ക്ഷീണിച്ചു പോവുകയോ ചെയ്യുന്നതല്ല. ആർക്കെങ്കിലും ആ സംവാദം നടക്കുന്നതിനിടയിൽ അവരവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഇതിനിടെ ലക്ഷ്യമിടുന്നുള്ളൂ. ഒരു കാര്യം, ഇത് പിളർന്നതാണ് വലിയ ആപത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ പിളരാതെ പോകും? ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുവട്ടം സഹാക്കളെ പിടിച്ച് ജയിലിലിടുമ്പോൾ ആ തക്കം നോക്കി പിടിച്ച് ജയിലിടുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചാൽ അവരെങ്ങനെയാണ് ഒരുമിച്ച് പോകാൻ സാധിക്കുക? കോൺഗ്രസിലെ മെമ്പർഷിപ്പിന്റെ 1964 32 പേർ ഇറങ്ങിപ്പോയപ്പോൾ, ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു പിളർപ്പ് അന്ന് സംഭവിച്ചു. പിന്നെ അതിനെ മാതൃകയാക്കി 32 മറ്റ് പിളർപ്പുകൾ CPM-ൽ ഉണ്ടായി. 64 ഒരു പിളർപ്പിനെ കുറിച്ച് മാത്രമല്ല പന്ന്യൻ രവീന്ദ്രൻ അതൊരു ദുരന്തമായി തോന്നിയത്. പിന്നീട് ഇത് മാതൃകയാക്കി 32 പിളർപ്പുകൾ, ചെറുതും വലുതുമായ ഗ്രൂപ്പുകൾ. അതാണല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തം തന്നെയാണ്. പക്ഷേ അത് തീവ്ര സ്വഭാവമുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് അതിൻ്റെ ശക്തി എന്നതാണ്. അവിടെ ഇന്ത്യയിലെ ഏതാണ്ട് 100-500 എത്ര ജില്ലകൾ, ഏതാണ്ട് ഒരു 10-200ഓളം ജില്ലകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലാണ് ഭരിക്കപ്പെടുന്നത്. അവരൊക്കെ മാവോയിസ്റ്റിൽ ചേർന്ന് പോയി. കമ്മ്യൂണിസ്റ്റുകാരുണ്ട് തെലങ്കാനയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലല്ല, ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനിടയിൽ ചില ഗ്രൂപ്പുകളെല്ലാം വിട്ടുപോകാറുണ്ടാവും. ആ വിട്ടുപോകുന്നവർ വ്യത്യസ്തമായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ആശയഗതി വെച്ചാണ് പുറത്തു പോണത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയഗതി ഉൾക്കൊള്ളുന്നവർക്ക് ഇതിലേ നിൽക്കാനൊക്കൂ. ഇന്നാണ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അംഗീകരിച്ച സംഘടനാ തത്വങ്ങളും രാഷ്ട്രീയ നയങ്ങളുമുണ്ട്. ആ നയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ തീവ്രവാദ നിലപാടെടുക്കുന്നവർ അതിൽ നിന്ന് വിട്ടുപോകും. അത് 1954 പാർട്ടിയുടെ 51 പാർട്ടി പരിപാടി രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ കുറേ ആളുകൾ വിട്ടുപോയിട്ടുണ്ട്.
അതെല്ലാ പ്രസ്ഥാനത്തിനകത്തും കോൺഗ്രസിനകത്ത് വിട്ടുപോകും. കേരള കോൺഗ്രസ് പലതായിട്ട് പിരിയും. അത് ബൂർഷ്വാ പാർട്ടികളിൽ സാധാരണ ഇത് നമ്മൾ കാണുന്നതാണ്. അതിനപ്പുറം ഇവിടെ CPM-ഉം CPI-യും വിട്ടുപോകുന്നതിനും അഭിപ്രായ വ്യത്യാസവും വരുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ വിട്ടുപോകാനിടയായ കാര്യം ഇതാണ്. ഒരു സെറ്റ് ആൾക്കാർ ജയിലിൽ കിടക്കുമ്പോൾ അവരെ ജയിലിലിട്ടവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഔദ്യോഗിക നേതൃത്വമുണ്ട്. അവരുമായി ഒരുമിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യം അതിനുശേഷം വന്നു. ശേഷം പറഞ്ഞു ശരി നമ്മളെടുത്ത മെമ്പർഷിപ്പ് വെച്ചുകൊണ്ട് ഇന്നിപ്പോ 64-ൽ പിളർന്നതുകൊണ്ട് സുശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായി. ഇതല്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? SA ഡാങ്കയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി CPI മാറുകയും അതിൻ്റെ കാലിനടിയിലെ മണ്ണ് പതുക്കെ പതുക്കെ ചോർന്നു പോവുകയും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പിണറായി വിജയൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന വർഗപരമായി ശരിയായ നിലപാടെടുക്കുന്ന പാർട്ടി ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിലകൊള്ളുകയും CPI എന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM എടുക്കുന്ന ശരിയായ നിലപാടുകൾ കണ്ടുപഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും വർഗപരമായി ശരിയായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ CPM ആണ്. CPM-ന്റെ പ്രവർത്തകരെയും അനുഭാവികളെയും ബോധ്യപ്പെടുത്തേണ്ടുന്നതും അവരുടെ മുറയിൽ നിലനിർത്തുന്നതിനും വേണ്ടി ഒരുപക്ഷെ പിണറായി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ CPI, CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം യോജിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നെത്തി നിൽക്കുന്നത്. നികേഷ് പറഞ്ഞ ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ലെഫ്റ്റ് പാർട്ടികൾ വളരെ യോജിച്ച് നിന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് പിടിമുറുക്കിയിരിക്കുന്ന ഹൈന്ദവ വർഗീയത കൂടുതൽ അവരുടെ ഫാസിസ്റ്റ് രൂപം കൈക്കൊള്ളുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് തന്നെ ദോഷമായിട്ട് വരികയും ചെയ്യുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ലെഫ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്നതാണ്. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ സംബന്ധിച്ച് അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മനസ്സുകളെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ആ പിളർപ്പോടുകൂടി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെച്ചു പോയ നിരവധി ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 62-ലെ ചൈനീസ് നിലപാടുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാ നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ട്, ഇന്ത്യയിലെ CPI നേതാക്കന്മാർ, നിരവധി ആളുകൾ, അച്യുതമേനോൻ, NE ബാലറാം, TV തോമസ്, പിന്നെ CPM-ന്റെ ബാസവ പുന്നയ്യ, സുന്ദരയ്യ തുടങ്ങി നിരവധി ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. അച്യുതമേനോനെ രാജ്യരക്ഷാ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് അദ്ദേഹത്തെ ഇറക്കി വിടുന്നതിന് വേണ്ടി അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും കൂടെ ആയതുകൊണ്ട് കേരള നിയമസഭയിൽ മുൻ ധനകാര്യമന്ത്രി കൂടിയായ അച്യുതമേനോനെ, CPIയുടെ സെക്രട്ടറിയായ അച്യുതമേനോനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബഹളം ഉണ്ടായിട്ടുണ്ട്. അണ്ട് CPIക്കാരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല, CPMകാർ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നുള്ള വാദഗതിയൊക്കെ ചരിത്രപരമായ അറിവില്ലായ്മയാണെന്നല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അതിൻ്റെ പട്ടിക എടുത്താൽ കേരളത്തിലെ 18 നേതാക്കന്മാരുടെ, പിന്നീട് CPIയിലായ 18 നേതാക്കന്മാരുടെ പേരുകൾ തന്നെ പറയുന്നതിന് ഞാൻ തയ്യാറാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് വന്നതാണ്. ഇപ്പോൾ അതൊന്നും ചകഞ്ഞെടുത്തുകൊണ്ട് പോകുന്നതിനെ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അതിലേക്കുള്ള ചർച്ചയിൽ വി ദക്ഷിണാമൂർത്തി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് 64-ലെ പിളർപ്പിനെ മാതൃകയാക്കിയാണ് 32 പിളർപ്പുകൾ, അങ്ങനെയാണ് കറക്റ്റ് 32 പിളർപ്പുകൾ ഉണ്ടായത് എന്നറിയില്ല, എങ്കിൽ പോലും നിരവധി പിളർപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായല്ലോ. അത് CPM-ലാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും. അങ്ങനെ ഒരു പിളർപ്പിനെ മാതൃകയാക്കിയാണോ ബാക്കിയുള്ള പിളർപ്പുകൾ ഉണ്ടാവുക? ഓരോ ഘട്ടത്തിലും വർഗപരമായ നിലപാടുകൾ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയും വ്യത്യസ്തമായ വീക്ഷണത്തിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് CPM ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ല, CPM ആണ് ആദിയിൽ പിളർപ്പുണ്ടായി എന്ന് പറയുന്ന ഘട്ടം. എന്താ വെച്ചാൽ 1964 പാർട്ടി പിളരുന്നതിന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സാർവദേശീയ രംഗത്ത് സോവിയറ്റ് യൂണിയനോടൊപ്പം നിൽക്കണോ ചൈനയോടൊപ്പം നിൽക്കണോ, സായുധ സമരത്തെക്കുറിച്ച് പാർട്ടിയുടെ അഭിപ്രായം എന്താണ്, പാർലമെൻ്ററി റിവിഷനിസത്തെക്കുറിച്ചുള്ള ചർച്ച, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അന്ന് പാർലമെൻറ്റിൽ പോയി നിയമസഭാ പ്രവർത്തനം നടത്തി വിപ്ലവത്തിലേക്ക് പോകുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഉടൻ സായുധ സമരം നടത്തണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാവരും CPM-ലാണ് നിന്നിരുന്നത്. എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നില്ല, കുറേ പേർക്കുണ്ടായിരുന്നു. നാഗി റെഡ്ഡി അങ്ങനെയുള്ള നേതാക്കന്മാർ, KPR ഗോപാലനൊക്കെ ഉടൻ വിപ്ലവത്തിൻ്റെ ആളുകളായിരുന്നു. ഉടൻ വിപ്ലവവാദികളാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ചൈനയ്ക്ക് അനുകൂലമായൊരു പിളർപ്പായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. 67 കഴിഞ്ഞ് 69 ആയപ്പോഴത്തേക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-എമ്മിനെ തള്ളിപ്പറഞ്ഞു, മാവോ സേതുങ് തന്നെ തള്ളിപ്പറഞ്ഞു. അപ്പോഴാണ് വസന്തത്തിൻ്റെ ഇടിമുഴക്കമുണ്ടായത്. നമ്മുടെ ഫിലിപ്പം പ്രസാദ്, വർഗീസ്, അജിത മുതലായ ആൾക്കാരൊക്കെ തോക്കെടുത്ത് വിപ്ലവത്തിന് പോയത്. അപ്പോൾ വസന്തത്തിൻ്റെ ഇടമുഴക്കമാണ് എന്ന് പറഞ്ഞു. അവരാണ് കൂടുതൽ ചൈനക്കാർ.
ചൈനാവാദികൾ. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി സ്വതന്ത്ര നിലപാട് കൈക്കൊണ്ടു. ഞങ്ങൾ ചൈനയുമായിട്ട് ബന്ധമില്ല, സോവിയറ്റ് യൂണിയനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ യഥാർത്ഥ ചൈനാവാദികൾ CPM മാർക്സിസ്റ്റുകാർ ML-കാരായിട്ട് മാറി. അവർ വിപ്ലവകാരികളായിട്ട് തോക്കെടുത്തും അല്ലെങ്കിൽ വടിവാളെടുത്തും യുദ്ധത്തിന് പോയി. സർക്കാരിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ ഗവൺമെൻറ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വിപ്ലവത്തിന് പോയി. പിന്നെ അത് കെ വേണുവിൻ്റെ ഗ്രൂപ്പായിട്ടും KN രാമേന്ദ്രൻ്റെ ഗ്രൂപ്പായിട്ടും മറ്റ് പല പല ഗ്രൂപ്പുകളായിട്ടും ഇപ്പോഴത്തെ മാവോയിസ്റ്റുകളായിട്ടും ഒക്കെ കാട് കയറിപ്പോയ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ VB ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള വേറെ പിളർപ്പൊക്കെ സമീപകാലത്തുണ്ടായതാണ്. MV രാഘവൻ്റെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായി. 32 കണക്ക് കൃത്യമാണെന്ന് എനിക്കറിയില്ല. 32 ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ തന്നെ കാണും. അതിൻ്റെ ഏറെക്കുറെ സമീപത്ത് നിൽക്കും. എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായ പിളർപ്പെന്ന് പറഞ്ഞാൽ 64 പിളർപ്പാണ്. അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഛിന്ന ഭിന്നമായി പോയത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മറ്റു രീതിയിൽ ദുർബലമായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ദുർബലമായപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വിധത്തിൽ കുഴപ്പമുണ്ടായി. ഒന്ന്, കോൺഗ്രസ് അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബാധിപത്യം കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ദുർബലമായി. അതേസമയത്ത് തന്നെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടി ശക്തമായ പാർട്ടിയായിരുന്നു, അത് നേതാക്കന്മാരുടെ തമ്മിലടി കാരണം ഒരു നേതാവ് വേറെ നേതാവിനെ അംഗീകരിക്കാത്തതുകൊണ്ടും പിന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് വലിയ തോതിൽ ജാതീയമായ ചേരിതിരിവ് ഉണ്ടായി. ജാതീയത കൊണ്ടാണ് ഇത് തകർന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കർപ്പൂരി ഡാക്കൂറിൻ്റെ സിദ്ധാന്തങ്ങൾ കൊണ്ടാണെങ്കിൽ രാം മനോഹർ ലോഹിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആൾ. ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ജാതീയത കൊണ്ടുവന്നു. ഇതൊക്കെ ചരിത്രപരമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഞാൻ ഏതെങ്കിലും പക്ഷം പിടിച്ചിട്ട് പറഞ്ഞല്ല. ജാതീയമായ ചേരിതിരിവുകൾ കൊണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി ദുർബലമായി. അങ്ങനെ മുലായം സിംഗിൻ്റെ പാർട്ടി ഉണ്ടായി, ലാലു പ്രസാദിൻ്റെ പാർട്ടി ഉണ്ടായി, മറ്റ് കാക്കത്തൊള്ളായിരം പാർട്ടി, നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉണ്ടായി. കാക്കത്തൊള്ളായിരം പാർട്ടികളായിട്ട് സോഷ്യലിസ്റ്റുകാർ ഭിന്നിച്ച് 4 വഴിക്ക് പോയി. അതിൽ കുറേ പേര് BJP-യുമായിട്ട് ചേർന്നു, കുറേ പേര് കോൺഗ്രസുമായിട്ട് ചേർന്നു, കുറേ പേര് തന്നിഷ്ടപ്രകാരം പോയി. അങ്ങനെ ആ പ്രസ്ഥാനം ദുർബലമായി. ഈ പ്രസ്ഥാനം ഇങ്ങനെ സൈദ്ധാന്തികവും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഛിന്ന ഭിന്നമായി. അങ്ങനെ വന്നപ്പോൾ ഇത് കളം ഒരുങ്ങി കൃത്യമായിട്ട് കിട്ടി. കോൺഗ്രസ് ദുർബലമായപ്പോൾ BJP-കാർ ഇടിച്ചു കയറി. അങ്ങനെ അത് ചരിത്ര നിയമമാണല്ലോ. ഒരു പാർട്ടി ദുർബലമാകുമ്പോൾ വൺ മാൻസ് റെയിൻ ഈസ് അനദേഴ്സ് സൺഷൈൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അല്ല, പറയുന്നതിൽ പിളർപ്പതിന് ശേഷമാണ് ഡാങ്കെ അങ്ങനെ നിന്നെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പാർട്ടിയിൽ നിന്ന് 1000-ലധികം സഖാക്കളെ ജയിലിൽ പിടിച്ചിടുന്ന അവസരത്തിൽ അതിനെ എതിർക്കുന്നതിന് പകരം അതിനെ അനുകൂലിക്കുന്ന ഔദ്യോഗിക നേതൃത്വം, അതാണല്ലോ CPI ആയി മാറിയത്. അതൊരു പാർട്ടിയുടെ അകത്ത് അതിനപ്പുറം ഒരു വഞ്ചനയുണ്ടോ? എങ്ങനെയാണ് പിന്നെ പൊരുത്തപ്പെട്ടു പോകുക? അതിനുശേഷം പിളർപ്പിന് ശേഷമല്ല ഡാങ്കയും മറ്റും കൂടുന്നത്, പിളർക്കാനിടയായ സാഹചര്യം ഇതാണ്. അതിനുശേഷവും പറഞ്ഞല്ലോ ഈ പാർട്ടി ഒരുമിച്ച് തന്നെ പോകുന്നതിലേക്ക് വേണ്ടി പറഞ്ഞു. വിജയവാഡ കോൺഗ്രസിൽ അംഗീകരിച്ച പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ആ പാർട്ടി മെമ്പർഷിപ്പ് വെച്ച് ഒരു സമ്മേളനം കൂടാം. ആ സമ്മേളനം ഈ നയപരമായ പ്രശ്നം ചർച്ച ചെയ്യാം. അതിന് വഴങ്ങിയില്ലല്ലോ ഔദ്യോഗിക നേതൃത്വം. അതല്ലേ പിളർപ്പാനിടയായത്. അല്ല, ഈ 32 പേർ ഇറങ്ങിപ്പോകാൻ എപ്പോഴാണ് ഇടയായത്? ഈ തരത്തിൽ പാർട്ടി മെമ്പർഷിപ്പ്, നിലവിലുള്ള പാർട്ടി മെമ്പർഷിപ്പിനപ്പുറത്ത് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്മേളനം ചേരണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലും തയ്യാറായിരുന്നില്ല. കോൺഗ്രസിന് അനുകൂലമായി കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് വർഗ സഹകരണത്തിൻ്റെ സിദ്ധാന്തം, ആ സിദ്ധാന്തം കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ടല്ലേ പിളർന്നത്. അതാണ് പിണറായി വിജയനും കൂട്ടരും പറഞ്ഞത്. ഒരു യഥാർത്ഥ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപം കൊള്ളുന്നതിന് വേണ്ടി CPM-ന്റെ രൂപത്തോട് കൂടിയിട്ടാണ്, രൂപീകരണത്തോടു കൂടിയാണ് സാധിച്ചത്. അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ഒരു വാലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാവും, പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു. സഹകരണത്തിന്റെ സിദ്ധാന്തമാണ് അന്നത്തെ ഔദ്യോഗിക നേതൃത്വം സ്വീകരിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലായാലും പുതിയ ഒരാൾ കടന്നു വരുന്നുണ്ടോ? അല്ല, അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ പറയാമെന്നല്ല. സഖാവ് ആനത്തലവട്ടം ഇവിടെ പറഞ്ഞു കേട്ടല്ലോ, പാർട്ടിയിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാരെ കോൺഗ്രസ് സർക്കാർ പിടിച്ച് അകത്താക്കി. അച്യുതമേനോൻ അടക്കം ജയിലിൽ പോയെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. എന്ത് കാരണത്തിനാണ് ഇവരെ പിടിച്ച് അകത്താക്കിയത് അറിയാമോ? 1962 ചൈന ഇന്ത്യ ആക്രമിച്ചു. ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ 64 പിളർന്നത്. 62 ഈ നേതാക്കന്മാരെ പിടിച്ച് അകത്താക്കിയത് ഇവർ ചൈനീസ് ചാരന്മാരാണ് എന്ന സംശയത്തിൻ്റെ പേരിലാണ്. കാരണം ചൈനയുടെ ആക്രമണം ഉണ്ടാവുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാർവദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് നമ്പൂരിപ്പാട് നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞാൽ അത് നിൽക്കട്ടെ. അത് തന്ത്രപരമായ സമീപനമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ചൈന ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലഡാക്കിൽ ചൈന മുന്നേറുന്നു. നേഫയിൽ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വലിയ ഒരു വാസ്റ്റ് ഏരിയ ചൈനക്കാരെ ആക്രമിച്ച് കീഴടക്കുന്നു. ഇന്ത്യൻ സൈന്യം വീരോചിതമായി പിന്മാറുന്നു. നമ്മുടെ തമാശ ഭാഷയിൽ പറഞ്ഞാൽ ചൈനയുടെ ആക്രമണത്തിന് മുമ്പിൽ ധീര ജവാന്മാർ വിരിമുതുക് കാണിക്കുന്നു. വിരിമാർ കാണിക്കാൻ പറ്റുന്നത് ഓടുകയാണ്. തിരിഞ്ഞു നോക്കാതെ കുന്നമുകളിൽ ഇറങ്ങി ഓടുകയാണ്. ടാങ്കുകളുമായിട്ട്, വലിയ ടാങ്കുകളുമായിട്ട് യുദ്ധത്തിന് വന്നു. അതുപോലെ തിരിച്ച് യുദ്ധത്തിന് വരുന്നു. അങ്ങനെ ഓടുന്ന സമയത്ത് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കോൺഗ്രസ് സർക്കാർ ഭയപ്പെടുന്നു.
ഒരു വലിയ വിഭാഗം ആളുകൾ പിടിച്ച് അകത്താക്കുന്നു. സ്വാഭാവികമല്ലേ? ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിലും അത് തന്നെ ചെയ്യും. ചെയ്യാതെ മാർഗ്ഗമില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി അല്ല നെഹ്റു എടുത്ത നിലപാട് രാജ്യ താല്പര്യം വെച്ച് നോക്കുമ്പോൾ തെറ്റാണെന്ന് ഡാങ്കേക്കല്ല ആർക്കും പറയാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ജയശങ്കറിന് പറയാൻ പറ്റില്ല, പ്രകാശ് ബാബുവിന് പറയാൻ പറ്റില്ല, ആനത്തലവട്ടം ആനന്ദിന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നിലപാട് ഒരു ഭരണാധികാരിക്കും എടുക്കാൻ പറ്റില്ല. ഏതുപോലെയെന്ന് വെച്ചാൽ 1948 ഹൈദരാബാദിൽ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നു. ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിലേക്ക് പോകുന്നു. ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ എന്താ സ്ഥിതി അറിയോ? നമ്മുടെ ലോക്കലായിട്ടുള്ള മുസ്ലിം ലീഗുകാരെ പിടിച്ച് അകത്താക്കി. അല്ല, ചൈനയും ഇന്ത്യയും തമ്മിൽ ആക്രമണം നടക്കുന്ന അവസരത്തിൽ EMS പറഞ്ഞതല്ലേ പിന്നെ യാഥാർത്ഥ്യമായത്? നാം നമ്മുടേതെന്ന് പറയുന്ന ആ ഭൂമിക്ക് വേണ്ടി ചൈനയെ ആക്രമിക്കാൻ പോയാൽ നമുക്ക് ജയിക്കാനോ ഇന്ത്യയെ പരാജയപ്പെടുത്താനോ സാധിക്കില്ല. യുദ്ധം ഒരു മാർഗമല്ല. കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിക്കണം. ആ കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇപ്പം പിടിക്കാമെന്ന് പറഞ്ഞ് പോയതിൻ്റെ ഫലമാണ് നേരത്തെ ജയശങ്കർ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ഉണ്ടായത്. ആ EMS പറഞ്ഞ അഭിപ്രായം അതാണ് പിൽക്കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചത്. അവരുടെ അംബാസഡർ അവിടെ പോയി അംബാസഡറെല്ലാം പിൻവലിച്ചു, എല്ലാ കരാറുകളും റദ്ദ് ചെയ്തു. ഏകപക്ഷീയമായ പഴയ കാര്യം. ഞാൻ നേരത്തെ ജയശങ്കറിനോട് ചോദിച്ചതും ജയശങ്കർ മറുപടി പറയാത്തതുമായ വിഷയം ഇത് പഴയ തറവാട്ടിലെ തമ്മിലടിയാണ്. ഈ പാർട്ടികളിലേക്ക് CPIയിലേക്കായാലും CPMലേക്കായാലും പുതിയ തലമുറയിലെ പെട്ട ഒരാൾക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടിയെ നവീകരിക്കുക, ആ ഏർപ്പാട് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഇങ്ങനെ പഴയ കാര്യം പറഞ്ഞ് തമ്മിലടിക്കുകയും അവർക്ക് പുതിയ തലമുറക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. പുതിയ തലമുറയ്ക്ക് ഇന്ന് ഇരിക്കുന്ന ഭരണകൂടത്തിനെതിരായി അവരെ രോഷം വളർന്നു വരുന്ന അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയവും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനോപകാരപ്രദമായ ജനക്ഷേമ പദ്ധതികളും അതിനെ മുഴുവൻ തകർക്കുന്ന ഒരു സമീപനമാണ് ഭരിക്കുന്ന കക്ഷികൾ സ്വീകരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഏറെ താമസിയാതെ അവർക്ക് ബോധ്യമാകും. ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ മോഡിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തൊഴിലില്ലാതെ നടക്കുന്ന കോടിക്കണക്കാരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മോഡി ഒരു സൽഭരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോഡി രാജ്യം മുഴുവൻ വിദേശ കോർപ്പറേറ്റുകൾക്കും ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കും വിൽക്കാൻ പോകണമെന്ന കാര്യം വിൽക്കാനാണ് തീരുമാനിച്ച് നടപ്പാക്കിയിരിക്കുന്ന കാര്യം ഏറെ താമസിയാതെ മനസ്സിലാക്കും. അല്ല, മോഡിയുടെ ഭരണം എത്ര കാലം നിലനിൽക്കുന്നു പറയാൻ ഞാൻ ഒരു രാഷ്ട്രീയ ജ്യോത്സ്യനൊന്നുമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ 10 കൊല്ലത്തെ UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് വലിയ തോതിൽ രോഷമുണ്ടായിരുന്നു, അമർഷമുണ്ടായിരുന്നു. രാജ്യത്തെ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കും എതിരായി വികാരം വളരെ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് മോഡിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. പിന്നെ RSSൻ്റെ വോട്ട് അവരുടേതായ തന്ത്രങ്ങൾ, പ്രചരണ തന്ത്രങ്ങൾ വളരെ ഫലപ്രദമായിരുന്നു. മോഡിയല്ലാതെ രാജ്യത്തിന് മോചനമില്ല എന്ന രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. വലിയൊരു പരിധി വരെ സാധിച്ചു. 31% പേര് വോട്ട്, 31% ചെറിയ കാര്യമല്ല. BJPക്ക് അടിസ്ഥാനപരമായിട്ട് ശക്തിയില്ലാത്ത ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ, ആസാമിൽ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അവർ വലിയ തോതിൽ, UPയിൽ തന്നെ വലിയ തോതിൽ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. തന്ത്രങ്ങൾ വളരെ മികച്ചതായിരുന്നു, പ്രചരണം വളരെ ഫലപ്രദമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ സർക്കാരിനോടുള്ള എതിർപ്പ്, വിപ്രതിപത്തി വലിയ തോതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇനി അതുപോലൊരു സാഹചര്യം BJPക്ക് എതിരായിട്ടുണ്ടായാൽ ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താവ്? തീർച്ചയായിട്ടും ഇടതുപക്ഷമായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആകാൻ സാധ്യതയില്ല. നമ്മുടെ ഈ രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. 1964 എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോഴും നേതാക്കന്മാർ തർക്കിക്കുന്നത്. 2014 എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യാപലാതിയില്ല. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഉണ്ടായല്ലോ. ഡൽഹിയിൽ സഖാവ് പ്രകാശ് കാരാട്ട് വീടിരിക്കുന്ന മണ്ഡലത്തിലാണ് ഷീല ദീക്ഷിത് മത്സരിക്കുന്നത്, ന്യൂഡൽഹി. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കായിട്ട് 700 വോട്ടോ മറ്റൊന്നും കിട്ടി. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരു ബദൽ ഉയർന്നു വന്നില്ലേ? അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, ഒരാൾക്കൂട്ടം, ഒരു വികാരം, അത് ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടായി. അത് എന്തുകൊണ്ട് അത് ഇടതുപക്ഷത്തിന് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല? ഇടതുപക്ഷത്തിന് നല്ല നേതാക്കന്മാരില്ലാണ്ടാണോ? ആദർശങ്ങളില്ലാത്തതുകൊണ്ടാണോ? തത്വശാസ്ത്രം ഇല്ലാത്തതുകൊണ്ടാണോ? പ്രതിബദ്ധതയുള്ള ആളുകളില്ലാത്തതുകൊണ്ടാണ്? അല്ല. ഈ പ്രകാശ് കാരാട്ടിനെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഒരു പണ്ഡിതനായൊരു വ്യക്തി, മഹാനായൊരു വ്യക്തി. പക്ഷേ എന്ത് സംഭവിച്ചു? ഇടതുപക്ഷത്തിന് അവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ? ഡൽഹിയിൽ ഇത്ര ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായ സ്ഥലത്ത് ആം ആദ്മി പാർട്ടിക്ക് 2000 വോട്ടാണ് കിട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ
ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ തന്നെ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ, ഈ രോഷാകുലരായ ആളുകളൊക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് ആം ആദ്മി പോലെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച ഒരു തകരയിൽ അത് ശിഥിലമായി എന്നുള്ള വേറെ കാര്യം, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പാർട്ടി. പക്ഷേ എന്തുകൊണ്ട് ഇവരാരും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്ര ചൂഷണം, ഇത്ര അനാചാരങ്ങൾ നിലനിൽക്കുന്ന വടക്കേ ഇന്ത്യയിൽ അവിടെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ശക്തിപ്പെടേണ്ടത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല? ഇപ്പോൾ ബീഹാറിലൊക്കെ പണ്ടുണ്ടായിരുന്ന ബേസ് എങ്ങനെ ശീതളമായി, അത് ആലോചിക്കേണ്ടതാണ്. അത് എങ്ങനെ ശീതളമായെന്ന് വെച്ചാൽ സാമുദായിക എല്ലാ പാർട്ടി കോൺഗ്രസിലും ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം ആർക്കും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ CPM-നെ മോശപ്പെടുത്താനോ CPM മഹത്വപ്പെടുത്താനോ വേണ്ടി പറഞ്ഞല്ല. 64 പിളർപ്പാണ് സത്യത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. അല്ലെങ്കിൽ ഏകീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു മേജർ ഫോഴ്സായിട്ട് ഉയർന്നു വരാൻ പറ്റും. താങ്കളുടെ അഭിപ്രായം? സമയക്കുറവുള്ളതുകൊണ്ട് നിർത്തുന്നു. പ്രകാശ് ബാബു, ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്, ഇടപെട്ടതിന്.